ഗൂഗിൾ ഫ്യൂഷ കേട്ടിട്ടുണ്ടോ ഇതിനെ കുറിച്ച് മുമ്പേ? നീ പണ്ടെപ്പോഴോ ഒരു ന്യൂസ് ഇങ്ങനെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ലീക്കല്ല, അവര് ഇങ്ങനെ ഒരു ആക്ച്വലി എനിക്ക് തോന്നുന്നത് 2016 or 17 കോൺഫറൻസില് ഏതോ ഒരു ഡിവൈസിൽ ആൻഡ്രോയിഡ് ഓവർലേ ആയിട്ട് ഫ്യൂഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇരിക്കുന്നുണ്ട്. അതെ അതെ അതെ. ഓക്കെ, അതിന്റെ ശേഷം 2018 സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഇതുപോലെ വേറെ ഒരു ഫോണിൽ കൊണ്ടുവന്നു. പക്ഷെ അതിന്റെ ശേഷം ഗൂഗിൾ വെന്റ് അണ്ടർഗ്രൗണ്ട് വിത്ത് ദിസ് പ്രോജക്ട്. അതിന്റെ യാതൊരു ഡീറ്റെയിൽസും പിന്നെ ഇന്റർനെറ്റിൽ എവിടെയും ആരും കണ്ടിട്ടില്ല. ആൻഡ്രോയിഡ് ഗൂഗിളിന്റെ ആണോ എന്ന് ചോദിച്ചാൽ ആൻഡ്രോയിഡിനെ ഗൂഗിൾ പിന്നീട് എടുത്തതാണ്. ആൻഡ്രോയിഡ് ഈസ് ആക്ച്വലി ഓപ്പൺ സോഴ്സ്. ആൻഡ്രോയിഡ് കംപ്ലീറ്റ്ലി ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഓൾസോ ലിനക്സ് ബേസ്ഡ്. പക്ഷെ ഈ ഫ്യൂഷ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ സ്വന്തം ഇൻഹൗസ് മൈക്രോകോഡ് കേർണൽ വെച്ചിട്ടാണ് ഇത് റൺ ചെയ്യുന്നത്. ഫ്രം സീറോ, ഗ്രൗണ്ട് അപ്പ് എന്ന് ഈ സാധനം ഫ്ലട്ടർ ബേസ്ഡ് ആണ് ഉണ്ടാക്കി. ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫ്ലട്ടർ. അപ്പോ ഈ ഫ്യൂഷയിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡിന്റെ ആപ്പ് ഫ്ലട്ടറിൽ റൈറ്റ് ചെയ്തിട്ടുള്ള ആൻഡ്രോയിഡിന്റെ എല്ലാ ആപ്പും ഫ്യൂഷയിൽ ഓൾറെഡി കോമ്പാറ്റബിൾ ആണ്. അപ്പോ ഇപ്പൊ ഗൂഗിൾ ശ്രമിക്കുന്നത് എന്താന്ന് പറഞ്ഞാല് ഈ ഫ്ലട്ടറിൽ തന്നെ പുതിയ പുതിയ ആപ്സ് എല്ലാ ഡെവലപ്പേഴ്സിനെയും പതുക്കെ ഫ്ലട്ടറിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ യുനോ ഇഫ് ദേ വാണ്ട് ദേ ക്യാൻ സ്വിച്ച് ദെയർ ഡിവൈസസ് ടു ഫ്യൂഷ ഓവർനൈറ്റ്. എന്ന് പറഞ്ഞാൽ എല്ലാ ഡിവൈസിലേക്കും ആൻഡ്രോയിഡിന് പകരം ഫ്യൂഷ വരുന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഇഫ് ദേ വാണ്ട് ഓൾ ദെയർ നെക്സ്റ്റ് പ്രോഡക്റ്റ് ലൈൻ അപ്പ് ക്യാൻ ബി ഫ്യൂഷ. സോ ഈ ഫ്ലട്ടർ പ്ലാറ്റ്ഫോമിൽ അവർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആൻഡ്രോയിഡ് ആപ്സും ഫ്യൂഷയില് വർക്ക് ആവുന്നതാണ്. എക്സാക്ട്ലി. സോ ഒരു അപ്ഗ്രേഡിൽ കൂടെ ഒരു OTA അപ്ഡേറ്റ് അല്ലെങ്കിൽ അതുപോലെ അപ്ഡേറ്റ് കൂടെ ഈ ഇറക്കും എന്നാണോ? അതിന് മേ ബി ഇതൊക്കെ ഈ സമയത്ത് ഇതെല്ലാം നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ഈ പെട്ടെന്ന് ഗൂഗിൾ ഫ്യൂഷ ഒരു ടോക്ക് ആവാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നതിന് മുന്നേ അത് ബീറ്റ ടെസ്റ്റ് ചെയ്യും. ബീറ്റ ടെസ്റ്റ് ചെയ്തതിന്റെ ശേഷം അതിൽ വരുന്ന ഫീഡ്ബാക്കും കാര്യങ്ങളും എടുത്ത് അതിന്ന് പിന്നെ ഇംപ്രൂവ്മെന്റ് ചെയ്ത് യൂഷ്വലി ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൈക്കിൾ അങ്ങനെയാണ് പോവുക. പക്ഷേ ഇപ്പൊ ഈ ഗൂഗിൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഇതിന്റെ ബീറ്റയും ആൽഫയൊക്കെ ആ 2016-17 കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നീട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല ഫ്യൂഷ. ദേ ഡിഡ് ഓൾ ദ ഡെവലപ്മെന്റ് അണ്ടർഗ്രൗണ്ട്. ആൻഡ് ആക്ച്വലി കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ ഗൂഗിളിന്റെ IO ഇവന്റിൽ പോലും ഫ്യൂഷയെ കുറിച്ച് ഒരു വാക്ക് പോലും ഇവർ പറഞ്ഞിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇവര് നെസ്റ്റ് ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നു, which is completely running on Fusion. അതെന്താ നെസ്റ്റ് ഹബ് പറയുന്നത്? See, it's basically a smart home device. നമ്മളുടെ അലക്സയും അതും ഇതും പോലെ പറഞ്ഞ അത്രയല്ല, അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ്. വീഡിയോ ഡോർബെൽ കണക്ട് ചെയ്യാൻ പറ്റും, അതിൽ ഡിസ്പ്ലേ ഉണ്ട്, അതിൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇറ്റ്സ് ബേസിക്കലി സ്മാർട്ട് ഹോം ഡിവൈസ് നെസ്റ്റ് ഹബ്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ബ്ലൂടൂത്തിലൊക്കെ പെയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ആക്ച്വലി ഡിസ്പ്ലേയിങ് ആസ് ഫ്യൂഷ 1.0. The operating system running on this Nest Hub is Fuchsia. You know, ഇങ്ങനെ കാണുമ്പോ I really want to try this product out. പ്ലസ് പോയിന്റും മൈനസ് പോയിന്റും ഉണ്ട് ഫ്യൂഷ വരുന്നത് കൊണ്ട്. അതിന്റെ പ്ലസ് പോയിന്റ് എനിക്ക് ഫീൽ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ എൻ avid user of Google services, this is the ultimate device for you. I mean the ultimate platform for you. The entire Google ecosystem is actually baked into the product. Not like Android. Android ഇപ്പോഴും ലിനക്സ് ബേസ്ഡ് ആണ്. നമുക്കിപ്പോൾ ഗൂഗിൾ വേണ്ടാന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫോണിനകത്ത് ഒരു ഗൂഗിൾ ഫംഗ്ഷനാലിറ്റിയും വേണ്ടാന്നുണ്ടെങ്കിൽ there is a way to actually do it. But Fuchsia എന്ന് പറയുന്നത് അങ്ങനെയല്ല. So you either are somebody who is completely trusting Google. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഡിവൈസ് അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം മേ ബി ദി ആൻസർ. ഇതിൽ പറയുന്നത് ഗൂഗിളിന്റെ തേർഡ് മേജർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഈ ഫ്യൂഷ്യ. First it was Android, then Chrome OS. Samsung is actually a very big contributor to Google's Fuchsia. It's not like സാംസങ്ങിൽ 1-2 എംപ്ലോയീസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ടൈം ഇതെടുത്ത് അങ്ങനെ ഒരു ചെയ്തൊരു നീഷ് കോൺട്രിബ്യൂഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. സാംസങ്ങിൽ ഇപ്പോൾ EXT4 എന്ന് പറയുന്ന ഫയൽ സിസ്റ്റമാണ് സാധാരണ നമ്മുടെ ഫോണിലെല്ലാം ഉണ്ടാവുന്നത്. അതിനെയൊക്കെ കവച്ചു വെക്കാൻ പാകത്തിന് F2FS എന്ന് പറയുന്ന ഒരു ഈക്വൽ ഇഫ് നോട്ട് ബെറ്റർ പെർഫോമൻസ് ഉള്ള ഒരു ഫയൽ സിസ്റ്റമാണ് F2FS. എനിക്ക് തോന്നുന്നു ഒരുപാട് സാംസങ് ഫോണിൽ ഇപ്പോൾ ഓൾറെഡി F2FS റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ ഈ F2FS ടെക്നോളജിയും ഫ്യൂഷ്യയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള വലിയ വലിയ നീക്കങ്ങളിലേക്കാണ്. സോ ഇറ്റ് സീംസ് ലൈക്ക് സാംസങ് ഈസ് ഗോയിങ് ടു ബി എ മേജർ കോൺട്രിബ്യൂട്ടർ ടു ഗൂഗിൾസ് ഫ്യൂഷ്യ OS. ഇതൊക്കെ കണ്ടന്റ് അറിയണം എവിടെ എത്തും, ബിക്കോസ് ഇറ്റ്സ് ഐദർ എ ബെയിൻ ഓർ എ ബൂൺ, ദർ ഇസ് നോ ഇൻ ബിറ്റ്വീൻ. ബിക്കോസ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് കുറെ ഒരു ന്യൂട്രൽ ഗ്രൗണ്ട് ആണ്. സോ കണ്ടു തന്നെ അറിയണം എവിടെ എത്തുന്നുള്ളത്.